കാലത്ത് നമ്മളൊക്കെ പറഞ്ഞും കേട്ടും വന്നൊരു തമാശയുണ്ട്. നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുമ്പോൾ അവിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നാണ് ആ തമാശ കഥ. ഒരു കടിയെടുക്കട്ടെ. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാർക്കിടയിൽ ഒരു മലയാളിയെങ്കിലും ഉണ്ട് എന്നാണ് ഇതിന്റെ സാരം. അവരവിടെ ഒരു മിനി കേരളവും സൃഷ്ടിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ 195 രാജ്യങ്ങളിൽ 182 രാജ്യങ്ങളിലും മലയാളികളുണ്ട്. ലോകരാജ്യങ്ങളുടെ 93%. ഏകദേശം 21 ലക്ഷം പേരാണ് ഇതെന്നാണ് ഔദ്യോഗിക കണക്ക്. കുടിയേറ്റം എന്നത് മലയാളിയുടെ ജീവിതശൈലിയുടെ ഭാഗമായി കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ പൂട്ടിക്കിടക്കുന്ന വീടുകളും ഒഴിഞ്ഞുകിടക്കുന്ന കോളേജ് സീറ്റുകളും ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമാണ്. എന്താണ് ഈ കുടിയേറ്റത്തിന് പിന്നിൽ? നമുക്ക് നോക്കാം. കാര്യം പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയും ഒക്കെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നുണ്ട്. എന്നാൽ ഉയർന്ന ശമ്പളം, മെച്ചപ്പെട്ട തൊഴിൽ, വർക്ക് ലൈഫ് ബാലൻസ്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഉയർന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയിൽ കേരളം ഇനിയുമേറെ മെച്ചപ്പെടാനുണ്ട്. ഇതൊക്കെ തന്നെയാകാം ഈ കൂട്ട പലായനത്തിന് പിന്നിലും. എന്നാൽ ലോകത്ത് എവിടെയായാലും തങ്ങളുടേതായ സ്ഥാനവും ഐഡന്റിറ്റിയും ഉറപ്പാക്കുന്നതിൽ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. അതുകൊണ്ടാണല്ലോ UAE അടക്കമുള്ള GCC രാജ്യങ്ങളിൽ മലയാളികൾ മലബാറികളും ബാക്കി സംസ്ഥാനക്കാർ ഇന്ത്യക്കാരുമെന്നും അറിയപ്പെടുന്നത്. സുഖലോലുപതയിൽ മാത്രമല്ല, സംഘർഷഭരിതമായ യുദ്ധസമാനമായ സ്ഥലങ്ങളിലും മലയാളികളുണ്ട്. പലസ്തീൻ, സിറിയ, ഉക്രൈൻ, ഇസ്രായേൽ, റഷ്യ തുടങ്ങിയ യുദ്ധമേഖലകളിലും ഭരണ വെല്ലുവിളികൾ നേരിടുന്ന സൊമാലിയ, സിയറ ലിയോൺ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. എന്നിരുന്നാലും മലയാളികളുടെ അഭാവമുള്ള 2 രാജ്യങ്ങൾ പാകിസ്ഥാനും ഉത്തര കൊറിയയുമാണ്. കേരളത്തിൽ നിന്നുള്ള ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കിന് പിന്നിലുള്ള ലക്ഷ്യം ജോലി മാത്രമല്ല. ഉന്നത വിദ്യാഭ്യാസം തേടിയും നമ്മുടെ ഇടയിലുള്ളവർ എത്ര ദൂരത്തേക്ക് പോകാനും സർവ്വസജ്ജരാണ്. ജമൈക്ക, കുറാക്കോ, ബംഗ്ലാദേശ്, ഐൽ ഓഫ് മാൻ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ ലോകത്തെ 54 രാജ്യങ്ങളിൽ കേരളീയർ പഠിക്കുന്നുണ്ട്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറിയ പലരും സ്ഥിരതാമസമോ പൗരത്വമോ എടുത്ത് അവിടെ തങ്ങുകയാണ് പതിവ്. ഈയൊരു പലായനത്തിലൂടെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ പോലും പ്രവാസികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത്രത്തോളം പണമാണ് പ്രവാസികളിലൂടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതുകൂടാതെ വ്യക്തികൾ വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ സ്വത്തുക്കൾ പ്രയോജനപ്പെടുത്തുകയും വായ്പകൾ എടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ പണം സംസ്ഥാനത്തിന് പുറത്തേക്കും ഒഴുകുന്നു. പിന്നെ വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അതുവഴിയും ഫണ്ടുകളുടെ വലിയ ഒഴുക്കുണ്ടാകുന്നു. എന്തായാലും കേരളത്തിലെ യുവജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തൊഴിലും വിദ്യാഭ്യാസവും ഇനിയും കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം ഒരു വൃദ്ധാലയമാകാൻ അധികം സമയം വേണ്ടിവരില്ല.